വീഡിയോ. എന്താ പറയണ്ടെന്ന് അറിയില്ല ചേട്ടൻ. സന്തോഷം, ആനന്ദം, സംതൃപ്തി, എന്ത് സന്തോഷാന്ന് പറയാൻ പറ്റണില്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ, കുഞ്ഞിനെ വളർന്ന വീട്. പറഞ്ഞോ, മതി. ഞാൻ ആ ഫോട്ടോ അതിന്റെ കംപ്ലീറ്റ് പിക്ചർ എടുക്കുക. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇത് നോക്ക്, ഞാൻ കുഞ്ഞുനാളിൽ ജീവിച്ച വീട്ടിലേതോ ഈ ഏരിയയിലാട്ടോ. നോക്കൂ, ആ വീട് അങ്ങനെ തന്നെ നിൽക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഷൈല പറഞ്ഞു, ഷൈല ബീഗം പറഞ്ഞു, സുമ ദ ഹൗസസ് ആർ ദേർ എന്ന് തന്നെ പറഞ്ഞു. യെസ് മേ ബി കുറച്ച് സ്ട്രോങ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ വഴി അങ്ങനെ നോക്കി അവിടെ നേരെ കാണുന്നത് കടലാണ്. ശരിക്കും ഞാനും നമ്മുടെ നെയ്ബേഴ്സ് കുട്ടികൾ, ഒരു കാത്തറിൻ ഉണ്ടായിരുന്നു എൻ്റെ നെയ്ബർ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. അവളുടെ കുഞ്ഞുനാളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. താങ്ക് യു ശ്രീ ബാബുരാജ്. ഇദ്ദേഹമാണ് ഇപ്പം ഞങ്ങളെ ഷെൽ എന്താ ഇത് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇവിടെയാണല്ലോ വർക്ക് ചെയ്ത്, ഷെൽ കമ്പനിയിലായിരുന്നു. ഓക്കെ, ഹലോ രാജ്പിള്ളേ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. ഈ ലേഡി വഴിയാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ അറിഞ്ഞത്. ഓക്കെ, വീട്ടിനകത്തൊന്നും കയറാൻ നമുക്ക് പറ്റില്ലല്ലോ. ഈ വീട്ടിൽ ആളില്ല, അതുകൊണ്ട് ഈ വീട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ശോഭ, നീ ഓർക്കുന്നുണ്ടോ ഈ വീട്? ഇങ്ങനത്തെ ഒരു വീട്ടിൽ തന്നെയല്ലേ നമ്മൾ താമസിച്ചത്? നോക്കൂ, ഫ്രണ്ടിലെ ഡോർ ഇങ്ങനെ കിടക്കുന്നു. അല്ല, ഫ്രണ്ടിലേക്ക് കയറിപ്പോണ സ്റ്റെയർ കേസ്. ഓക്കെ, വീട് ഇനി നമുക്ക് പിന്നാമ്പുറത്ത് പോയിട്ട് എടുക്കാം. 61 കൊല്ലം കഴിഞ്ഞു എന്നിട്ടും. അപ്പോൾ ഷൈല എന്നോട് പറഞ്ഞു, ദർ ആർ ദ ഹൗസസ് ആർ ദർ എന്ന് പറഞ്ഞു. എക്സാക്ട്ലി, ഞാനിവിടെ വരുന്നത് 61 കൊല്ലത്തിന് ശേഷം. നോക്കി, നോക്കി, ഇനി അപ്പുറം കൂടെ പോവാം നമുക്ക്. എൻ്റെ പൊന്നെ, അച്ഛനും അമ്മയും ഞങ്ങളും മക്കളും താമസിച്ച വീട് നോക്കൂ. വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് പുറകിലൂടെ കയറി പോവാൻ ഞങ്ങൾ ശരിക്കും ഓർക്കുന്നു. ഇത് കണ്ട, ഇവിടെ നമുക്കിത് സാധനങ്ങൾ, കാറിൻ്റെ സാധനമൊക്കെ വയ്ക്കാം. ഇതിങ്ങനെ എന്നിട്ട് പുറകിൽ കൂടെ കയറി പോകാനും നമുക്കിതേ കോണിയുണ്ട്. അത് നേരെ അടുക്കളയിലോട്ടാ ചെല്ലുന്നത്. വുഡൻ ഫ്ലോറാണ്. ഇത് ഇവിടെ ഒരു റൂം വെച്ചിട്ടുണ്ട്. ലുക്ക് സോ നൈസ്. അപ്പുറത്തെ വീടും ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലം കേട്ടോ. എനിക്ക് വയ്യ. കൃഷ്ണ മഹാമായേ ദേവി ദേവി. അതുപോലെ ഈ ചാലില്ലേ, ഇതിനന്ന് കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടായിരുന്നു. മഴക്കാലത്ത് ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചു പോകുമ്പം നല്ല എന്താ പറയുക, ഫ്രോഗിൻ്റെ കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കും. അതിനെയൊക്കെ ഞങ്ങൾ പിടിക്കും. അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ വഴക്ക് കിട്ടും. ഇപ്പം അമ്മയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇപ്പോഴാണല്ലോ ഇവിടെ വരാൻ പറ്റിയത്. നോക്കൂ, നാളികേരം ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. ഇതേ നാളികേരം വീണ് കിടക്കുന്നു. അപ്പം ഒത്തിരി സന്തോഷം. ഇനിയും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെങ്കിൽ ഇതേ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യും. ഈശ്വര, നാളെ ഞാൻ പഠിച്ച സ്കൂളിൽ പോകുന്നുണ്ട്. എല്ലാം ചേർത്ത് നമുക്ക് ആഡ് ചെയ്യാം. എക്സ്പ്ലോറിങ് കുലാബിലേറ്റ്. ഓ മൈ ഗോഡ്, ഐ എം സോ താങ്ക്ഫുൾ. എല്ലാവരും നോക്കുക, ഇവിടെ ആൾക്കാർ വഴക്ക് പറയുമോയെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വീട്ടിൽ ആളില്ല, അതുകൊണ്ടാണ് കയറിയത്. കയറാൻ പറ്റുമോ? ചേട്ടാ, എൻ്റെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ. ഇവിടെ നിൽക്കുന്നേ, ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുക. ചേട്ടന് സന്തോഷമുണ്ടോ? 10 വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണ്. ഇങ്ങനെ വരാൻ പറ്റിയല്ലോ, അതിന് താങ്ക് യു ഓൾമൈറ്റി. താങ്ക് യു. ഷെൽ പ്രോപ്പർട്ടിയുടെ അകത്തൂടെ പോകും. എത്ര വാസ്റ്റ് ഏരിയ ആണ്. എനിക്ക് ശരിക്കും കുറേ ഓർമ്മകൾ വരുന്നുണ്ട്. അന്നും ഇതുപോലെ കാടുണ്ടായിരുന്നു. ഈ കാടപ്പം, ഈ കാടുകളൊക്കെ ഉണ്ടല്ലോ ഏട്ടാ, അന്നും ഇവര് മെയിൻറ്റെയിൻ ചെയ്യും.
ഷിപ്പിൻ്റെതായ മെയിൻ്റെനൻസ് വരുമ്പോഴേ ഇവിടെ പനക ഷെല്ലിലുള്ള ആളുകൾക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. പനക ഹെൽത്ത്. ഈ പനാഗ എന്ന് പറയണേ എന്താണ്? അത് ഈ വില്ലേജിന്റെ പേര്. ഈ വില്ലേജിന്റെ പേര്. വില്ലേജാണ്. സോ ദിസ് ഈസ് എ വില്ലേജ്. വില്ലേജ് മീൻസ് ഒരു എന്താ പറയാ, ഒരു ഗ്രാമം. കമ്പോങ് എന്നാ പറയുക. കമ്പോങ് പനക. അത് ശരി. ഇത് തന്നെ കടലപ്പുറത്താണ്. ആ കടലും കാണാൻ നല്ല ചേല. അവിടെ എന്തോ കല്ലൊക്കെ കെട്ടിവെച്ച് ആ കിടങ്ങില്ലേ, ഈ കിടങ്ങ് ഇതിലും വലിയ തവള കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിക്കുന്ന മീൻ കുഞ്ഞുങ്ങളല്ല, ഈ തവളയുടെ കുഞ്ഞുങ്ങളില്ലേ. ഏതായാലും 60 കൊല്ലം കഴിഞ്ഞില്ലേ, 60 കൊല്ലത്തെ മാറ്റം വന്നിരിക്കും. പ്രൊപ്പോർഷണലി ബ്രൂണയിലെ ഗ്രോത്ത് വളരെ കുറവാണ്. അതൊക്കെ പോയി കാണോ എന്തോ. അവിടെ പനക ഒരു ക്ലബ്ബൊക്കെ. ആ ക്ലബില് നമ്മൾ മലയാളീസിന് ഒരു ദിവസം കൂടുമായിരുന്നു. അപ്പൊ വീട്ടിൽ കുക്ക് ചെയ്യണ്ട, അപ്പൊ അമ്മയ്ക്കൊക്കെ സന്തോഷമാണ്. നമ്മൾ എന്നിട്ട് അവിടെ നിന്നാ കഴിക്കുക. അത് ഒരു ക്ലബ് അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇപ്പം അവിടെ എൻട്രി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ പല സ്ഥലവും ഇവരിങ്ങനെ ഓക്യുപ്പൈ ചെയ്ത് വെക്കും. അവർക്ക് ഓയിൽ ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് അവർ ആ ഭാഗം ഇങ്ങോട്ട് വളച്ചു കെട്ടി അവരാണ്. ഇപ്പോഴും ഇത് ഡച്ച് കമ്പനിയുടെ കീഴിലാണോ? അല്ല, ഇപ്പൊ ബ്രൂണൈ സുൽത്താന്റെ ഇതല്ലേ. അന്ന് അച്ഛനൊക്കെ വർക്ക് ചെയ്യുമ്പം ഡച്ച് കമ്പനിയാണ്. അതൊക്കെ മാറി പിന്നെ ഷെല്ലായി, ബ്രൂണൈ ഷെല്ലായി. ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോ അവരുടെ സ്വന്തം കയ്യിലല്ലേ 1960 ആയിട്ടുണ്ടെങ്കിലും ഈ പെട്രോളിയം ഇതിന്റെ പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലാണ്. ഇവര് അതായത് 60-40 ഇതിന്റെ പ്രോഫിറ്റ്. അങ്ങനെയാണ് പ്രോഫിറ്റ്. ആദ്യം ഷെല്ലിന് 60, ഇവർക്ക് സുൽത്താന് 40. ഇപ്പൊ അത് മാറിയിട്ട് സുൽത്താന് 60-യും അങ്ങനെയാക്കി. ഇത് ഈ ഗൂർഖ പോലീസ് ഉണ്ടായിരുന്നു, അവരുടെ ഏരിയ ആണ് ഈ ഭാഗം. അത് ശരി. അത് ഇവിടുന്ന് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് എല്ലാരും ഇംഗ്ലീഷുകാരൊക്കെ പോകുന്ന സമയത്ത് സുൽത്താൻ പറഞ്ഞു ഈ ഗൂർഖ റെജിമെന്റ് ഇവിടെ നിന്നോട്ടെ. അപ്പൊ ഇപ്പോഴും ആൾക്കാർ 2 വർഷം കൂടെ മാറി ആൾക്കാർ ഇത് കംപ്ലീറ്റ് കുറച്ച് സായിപ്പുമാരും കുറെ നേപ്പാളീസ് ഗൂർഖ, ബട്ട് ദേ ആർ ഓൾ ബ്രിട്ടീഷ് സിറ്റിസൺസ്. അത് ശരി. ഒരു കംപ്ലീറ്റ് UK സിറ്റിസൺസ് ആണ്. കാരണം UK ഒരു റെജിമെന്റ് ഉണ്ട്. ഇതൊക്കെ ഷെല്ലിന്റെ വീടുകളാണ്. ഈ റെജിമെന്റ് ഇപ്പൊ ഇതിന്റെ ഡിഫൻസിന്റെ PLNG എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു റിസർച്ച് സെന്ററാണ്. ക്യാമ്പസ് എൻട്രൻസ് ഗേറ്റ്. ഇതൊക്കെ പുതിയ ഗേറ്റുകളാണ്. ഡെവലപ്മെന്റ് മോണ്യുമെന്റ്. ഇതാണ് ഏഷ്യ പസഫിക് ഷെൽ. ആ കടപ്പുറത്താണ് അത് ചെയ്തിരിക്കുന്നില്ലേ മോണ്യുമെന്റ്. അതോ ഏഷ്യ പസഫിക് ഷെൽ ലേണിംഗ് ഹബ്ബ്. കാണാം. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു മോണുമെന്റിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പൊ ഇത് ഷെൽ പ്രോപ്പർട്ടിയുടെ അകത്താണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, കമ്പനി ലിമിറ്റഡ് ലൊക്കേഷൻ. അതാണോ കുര്യൻ? അതിനിടയ്ക്ക് ലോ പവറായി പോയി കേട്ടോ. അത് തന്നെ നമ്മൾ കണ്ട സിറിയ അതാണ്. ഇത് നോക്കൂ, ഇത് ഈ ബ്രൂണൈയുടെ ലോഗോയാണ് കേട്ടോ. കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്നത്. ദേ നമ്മൾ കളിച്ച കടൽ ദേ കിടക്കണം കേട്ടോ. പക്ഷെ ഇതിന്റെ പേര് ഞാൻ തെറ്റിച്ചാ പറഞ്ഞത്. അന്ന് എനിക്ക് എല്ലാവരും അങ്ങനെയാ പറഞ്ഞു തന്നെ. ഇപ്പൊ പറയണു ഇത് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഈ കടിയിലൊക്കെ നമ്മൾ ഇരിക്കുമായിരുന്നു. Thankful to the Almighty, thankful these guys.
ഇതുപോലെ ഇതിലെ കൂടെ ഇതുപോലെയൊക്കെ ഉള്ള ഇങ്ങനത്തെ അല്ലേലും ഞങ്ങൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇയ്യാ നമ്മൾ കളിച്ചിട്ടുണ്ട്. കേറിയോ നമ്മള്? ഓ ചെറിയ ഇവിടെയാണ് ഇവരുടെ റിഫൈനറി. റിഫൈനറി ഇവരുടെ വെല്ലുകളൊക്കെ ഇവിടെയാണ്, ഈ ടാങ്കുകളൊക്കെ. അപ്പൊ നമ്മള് നേരത്തെ നിന്ന പനാഗ എന്ന് പറയുന്നത് KB ആണോ? അത് അവരുടെ KB ആണ്. അത് ഓഫീസാണ്, അവരുടെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഞങ്ങൾ ഇവിടെ എങ്ങാനും ആണോ അങ്ങനത്തെ വീട്ടിൽ താമസിച്ചേ? സംശയമല്ലോ. സെയിന്റ് ഏഞ്ചലാസ് ഇവിടെയാണ്. ആണല്ലേ? ഇതൊരു ഫ്ലാറ്റ് ആണ്, പണ്ടത്തെ ആൾക്കാരൊക്കെ താമസിച്ചത്. ഷെല്ലിന്റെ ഈ ഒരു ഫ്ലാറ്റ് ചിലപ്പോ നിങ്ങളുള്ള ഈ കണ്ടിട്ടില്ല എനിക്ക് ഫ്ലാറ്റ്. പക്ഷെ പിന്നെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മേ ബി 60 കൊല്ലം ആയി കാണില്ല. സെയിന്റ് മാർഗരറ്റ് സ്കൂൾ, സെയിന്റ് മൈക്കിൾ സ്കൂൾ. ഞാനിവിടെ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, സെയിന്റ് ഏഞ്ചലാസ്. ഞാനും എൻ്റെ അനിയത്തി ശോഭയും പഠിച്ചു. അപ്പോൾ ആ സ്കൂളാണ് ഇത്. അപ്പം ഞങ്ങൾ നാളെ വരുന്നുണ്ട്. ഇന്ന് ഹോളിഡേ ആണ്. ഇത്രയും വലിയ ബിൽഡിംഗ് ഇല്ല കേട്ടോ അന്ന്, എന്നാലും വലിയ സ്കൂളായിരുന്നു. ഒരു അട്രാക്ഷനുള്ള സ്കൂൾ തന്നെയായിരുന്നു അന്ന്. നമ്മുടെ ഫ്രണ്ട്സ് താമസിച്ചത് അറിയാം, അച്ഛൻ്റെ അമ്മയുടെ. നമ്മൾ വന്നിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് ചേട്ടാ ഈ വീട് പോണത്. ഇതിൽ ഒന്നുകൂടെ താഴത്തെ പോസ്റ്റുകാർക്ക് അങ്ങനെ. പക്ഷെ ഇവര് തമ്മിൽ ഇവര് തമ്മിൽ ഭയങ്കര ഭയങ്കര സ്നേഹമാണ്. മീൻസ് ഒരു ഓഫീസർ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ തന്നെയാ പോയിരിക്കുന്നത്. പോലൊന്നും അല്ല, നമുക്കറിയാം, ഊഹിക്കാലോ. ഇത്ര വണ്ടികളൊന്നും ഇല്ലല്ലോ. വണ്ടി വിരലിലെണ്ണുന്ന വണ്ടിയല്ലേ ഉള്ളൂ. അച്ഛൻ ആദ്യം ബൈക്കും പിന്നെ അച്ഛൻ ജീപ്പായിരുന്നു. ജീപ്പിൽ എനിക്ക് തോന്നി ഇവർക്ക് ഇൻസ്പെക്ഷനൊക്കെ ഇങ്ങനെ കുറച്ച് മല പോലെ പോണമായിരിക്കും. ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആരെ നമ്മൾ കണ്ടല്ലോ. ആരായിരുന്നു? ഇപ്പൊ പറഞ്ഞു കേട്ട പോലെ തോന്നി. ഡാനി ഒന്നും അല്ല. ഡാനി അതല്ലല്ലോ. ഡാനി വേറെ എന്തോ. മൗണ്ട് അല്ല, എന്താ പേര്? ആന്റണി ഏബൽ കോളേജ്. ഇത് 10 വയസ്സ് വരെ വളർന്ന സ്ഥലം. സപ്തതി കഴിഞ്ഞ ഞാനായി സഞ്ചരിക്കുന്നത് അല്ലേ? ചേട്ടൻ്റെ ഹലോ, ഞാൻ ശോഭയുടെ പേരെടുത്ത് പറയുന്നത് നിനക്കും എനിക്കും അല്ലേടി ഇത്രയും ഓർമ്മയുള്ളത്. ഹലോ ഫ്രണ്ട്സ്, കണ്ടോ ദേ കിടക്കണം സിറിയ. ഇവിടെയാണ് കേട്ടോ വളർന്നത് നമ്മള്. ചേട്ടാ അതെടുത്തു.